In this video, we are going to study about the basic functional blocks of a microprocessor. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു microprocessor is actually a programmed IC. ഒരു പ്രോഗ്രാംഡ് IC ആണ് ഏത് മൈക്രോപ്രോസസ്സർ എന്ന് പറഞ്ഞത്. സോ മൈക്രോപ്രോസസ്സർ ഈസ് എ പ്രോഗ്രാംഡ് IC. IC എന്ന് വെച്ചാൽ എന്താണ്? ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട് അല്ലേ. സോ ദിസ് IC or microprocessor is capable of performing arithmetic and logical operations. So a microprocessor is a programmed IC which is capable of performing arithmetic and logical operations. So ഈ മൈക്രോപ്രോസസ്സർ എന്ന് പറയുന്ന മൈക്രോപ്രോസസ്സർ ഉണ്ടാക്കിയിരിക്കുന്നത് പല ഡിജിറ്റൽ സർക്യൂട്ട്സിനെ വളരെ സ്മോൾ സ്കെയിലിലോട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടാണ്. ആ ഇൻ്റഗ്രേഷൻ പ്രോസസ്സിന് പറയുന്ന പേരാണ് വെരി ലാർജ് സ്കെയിൽ ഇൻ്റഗ്രേഷൻ അല്ലെങ്കിൽ VLSI, വെരി ലാർജ് സ്കെയിൽ ഇൻ്റഗ്രേഷൻ. സോ അതാണ് എന്തൊരു മൈക്രോ പ്രോസസ്സർ എന്ന് പറയുന്നത്. സോ ഈ മൈക്രോ പ്രോസസ്സറിനകത്ത് ധാരാളം ബ്ലോക്സ് ഉണ്ട്, ഒരു ഫങ്ഷണൽ ബ്ലോക്സ് ഉണ്ട്, അല്ലെ ധാരാളം ഡിവൈസസ് ഉണ്ട്. സോ മെയിനായിട്ട് ഒരു മൈക്രോ പ്രോസസ്സറിനകത്തുള്ള ഫങ്ഷണൽ ബ്ലോക്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, the first one is ALU or arithmetic and logical unit. So this ALU, what it does is it actually performs the arithmetic and logical operations. Okay, arithmetic and logical operations പെർഫോം ചെയ്യുന്നതാണ് ഒരു ALU. അപ്പോൾ ഇതാണ് ഒരു മൈക്രോ പ്രോസസ്സറിൻ്റെ ഒരു പടമെങ്കിൽ നമുക്ക് പറയാം. സോ ദിസ് വൺ ഇസ് ദി ALU. What it does is that it actually performs the arithmetic and logical operations. Okay. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദെൻ വി ഹാവ് ഗോട്ട് എ ഫ്ലാഗ് രജിസ്റ്റർ. നമ്മുടെ കയ്യിലൊരു ഫ്ലാഗ് രജിസ്റ്റർ ഉണ്ട്. സോ ഒരു ഫ്ലാഗ് രജിസ്റ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ഫ്ലാഗ്സ് സെറ്റ് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. സോ വി ക്യാൻ കോൾ ദിസ് ആസ് എ ഫ്ലാഗ് രജിസ്റ്റർ. ഫ്ലാഗ് രജിസ്റ്റർ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ഫ്ലാഗ്സിനെ സെറ്റ് ചെയ്യാനാണ്. അപ്പോൾ ഈ ഫ്ലാഗുകൾ അനുസരിച്ചായിരിക്കും, അല്ലെങ്കിൽ കണ്ടീഷൻസിനെ സെറ്റ് ചെയ്യാനാണ് നമ്മൾ ഫ്ലാഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടീഷൻസാണ്. ആ ചില കണ്ടീഷൻസിനെ സെറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു രജിസ്റ്ററാണ് ഫ്ലാഗ് രജിസ്റ്റർ, അല്ലെങ്കിൽ കണ്ടീഷൻസിനെ സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു രജിസ്റ്ററാണ് ഫ്ലാഗ് രജിസ്റ്റർ എന്ന് പറയുന്നത്. സോ ഫ്ലാഗ് രജിസ്റ്ററിൽ ഈ പറയുന്ന കണ്ടീഷൻസിനെ സ്റ്റോർ ചെയ്തിരിക്കുന്നത് സ്റ്റാറ്റസ് ബിറ്റ്സ് ആയിട്ടാണ്. ഓക്കെ, സ്റ്റാറ്റസ് ബിറ്റ്സ് ആയിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. ഈ സ്റ്റാറ്റസ് ബിറ്റ്സിന് പറയുന്ന പേരാണ് എന്ത്? ഫ്ലാഗ്സ്. ഓക്കെ, ഈ ഫ്ലാഗ്സിനെ അല്ലെങ്കിൽ സ്റ്റാറ്റസ് ബിറ്റ്സിനെ സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുന്ന രജിസ്റ്ററാണ് ഫ്ലാഗ് രജിസ്റ്റർ എന്ന് പറയുന്നത്. പിന്നെ അതിനുശേഷം ദർ ഇസ് എ രജിസ്റ്റർ അറേ. ഒരു രജിസ്റ്റർ അറേ ഉണ്ട്. നമ്മൾ ഈ ഇതിനെപ്പറ്റിയൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. സോ ഫ്ലാഗ് രജിസ്റ്റർ എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ പറഞ്ഞ ഫ്ലാഗ് രജിസ്റ്റർ എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാറ്റസ് ബിറ്റ്സിനെ അല്ലെങ്കിൽ കണ്ടീഷൻസിനെ ചെക്ക് ചെയ്യും. ഈ അരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ യൂണിറ്റ് ഈ ഫ്ലാഗ് രജിസ്റ്ററിനകത്തുള്ള അരിത്തമെറ്റിക് ലോജിക്കൽ യൂണിറ്റ് എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഫ്ലാഗ് രജിസ്റ്ററിനകത്തുള്ള കണ്ടീഷൻസിനെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഓരോരോ അരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുന്നത്. ഓക്കെ, അതാണ് ഒരു ഫ്ലാഗ് രജിസ്റ്റർ ചെയ്യുന്നത്. ഇനി അടുത്തതെന്ന് പറയുന്നത് ഒരു രജിസ്റ്റർ അറേയാണ്. രജിസ്റ്റർ അറേ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ അരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ യൂണിറ്റ് പെർഫോം ചെയ്യുന്നത് എന്തൊക്കെയാണ്? അരിത്തമെറ്റിക് ഓപ്പറേഷൻസും ലോജിക്കൽ ഓപ്പറേഷൻസുമാണ്. അരിത്തമെറ്റിക്കൽ ഓപ്പറേഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും അഡിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, സബ്ട്രാക്ഷൻ, ഇങ്ങനത്തെ ഓപ്പറേഷൻസാണ് അരിത്തമെറ്റിക് ഓപ്പറേഷൻസ്. ലോജിക്കൽ ഓപ്പറേഷൻസ് എന്ന് വെച്ചാൽ എന്താണ്? ആൻഡ്, ഓർ, നോട്ട്, എക്സെട്ര അല്ലേ. അപ്പോൾ ഈ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുന്നത് ഏതെങ്കിലും ഓപ്പറാൻസിലായിരിക്കുമല്ലോ അല്ലേ. ഇപ്പോൾ ഉദാഹരണത്തിന് 3ഉം 4ഉം ആഡ് ചെയ്യണം എന്ന് വിചാരിക്കുക. 3ഉം 4ഉം കൂടെ ആഡ് ചെയ്യണം. സോ ഓപ്പറേഷൻ ഏതാണ്? 3 പ്ലസ്. ഓപ്പറാൻസ് ഏതൊക്കെയാണ്? 3ഉം 4ഉം. അപ്പോൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 3നെയും 4നെയും എടുത്തിട്ട് രജിസ്റ്റർ അറേയിലോട്ട് സ്റ്റോർ ചെയ്ത് വയ്ക്കും. സോ ഇതാണ് നമ്മുടെ രജിസ്റ്റർ അറേ എന്ന് വിചാരിക്കുക. സോ ഇഫ് ദിസ് ഇസ് അവർ രജിസ്റ്റർ അറേ, നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന 3യെയും 4നെയും നമ്മൾ രജിസ്റ്റർ അറേയിലോട്ട് സ്റ്റോർ ചെയ്ത് വയ്ക്കും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഈ രജിസ്റ്റർ അറേയിൽ നിന്നാണ് അരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ ഓപ്പറേഷൻസ്, ലോജിക്കൽ യൂണിറ്റ് ഓർ ALU ഈ പറയുന്ന ഡേറ്റയെ എടുക്കുന്നത്. ഡേറ്റ എടുത്തിട്ട് ഓപ്പറേഷൻ പെർഫോം ചെയ്തിട്ട് 4, 3, 7 എന്ന് പറയുന്ന റിസൾട്ടിനെ തിരിച്ച് നമ്മൾ രജിസ്റ്റർ അറേയിലോട്ട് സ്റ്റോർ ചെയ്യും. ഓക്കെ, അതാണ് നമ്മുടെ രജിസ്റ്റർ അറേ ചെയ്യുന്നത്. രജിസ്റ്റർ അറേ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഫോർ സ്റ്റോറിങ് ഇൻ്റർമീഡിയറ്റ് റിസൾട്ട്.
ഇൻ്റർമീഡിയറ്റ് റിസൾട്ട്സിനെ സ്റ്റോർ ചെയ്യാനായിട്ടാണ് നമ്മൾ രജിസ്ട്രാർ ഉപയോഗിക്കുന്നത്. ഇറ്റ് ഈസ് ഫോർ സ്റ്റോറിങ് ഇൻ്റർമീഡിയറ്റ് റിസൾട്ട്സ്. ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള റിസൾട്ട്സിനെ സ്റ്റോർ ചെയ്യാനായിട്ട് നമ്മൾ രജിസ്ട്രാർ ഉപയോഗിക്കുന്നത്. ഓക്കെ, അടുത്തതെന്ന് പറയുന്നത് വി ഹാവ് ഗോട്ട് ആൻ ഇൻസ്ട്രക്ഷൻ പോയിൻ്റർ അല്ലെങ്കിൽ പ്രോഗ്രാം കൗണ്ടർ. ഓക്കെ, ഇൻസ്ട്രക്ഷൻ പോയിൻ്റർ അല്ലെങ്കിൽ പ്രോഗ്രാം കൗണ്ടർ. ഇൻസ്ട്രക്ഷൻ പോയിൻ്റർ അല്ലെങ്കിൽ പ്രോഗ്രാം കൗണ്ടർ ചെയ്യുന്നത് എന്തുവാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇൻസ്ട്രക്ഷൻസ് ഉണ്ടല്ലോ, അതായത് നമുക്ക് പല പല ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. ഈ ഇൻസ്ട്രക്ഷൻസിനെ അടുത്ത ഇൻസ്ട്രക്ഷൻ ഏതാണ്, ഓക്കെ, അതായത് ഇപ്പോൾ ഒരു ഇൻസ്ട്രക്ഷൻ എടുത്തു കൊണ്ടുവന്ന് വെച്ചു, ശരി, അടുത്ത ഇൻസ്ട്രക്ഷൻ ഏതാണ് എന്നതിനെ സ്റ്റോർ ചെയ്യാനാണ് ഇൻസ്ട്രക്ഷൻ പോയിൻ്റർ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതെന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ അഡ്രസ് ബസ്സിലോട്ട് അടുത്ത ഫെച്ച് ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷൻ്റെ അഡ്രസ്സ് കൊടുക്കും. ഇപ്പോൾ 8088 ആണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ അഡ്രസ് ബസ്സിലോട്ട് 8088 എന്ന് പറഞ്ഞിട്ടുള്ള ഈ പറയുന്ന അഡ്രസ്സിനെ പാസ് ചെയ്യും. അഡ്രസ് ഓഫ് വാട്ട്? അഡ്രസ് ഓഫ് ദ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ടു ബി എക്സിക്യൂട്ടഡ്. എക്സിക്യൂട്ട് ചെയ്യാനുള്ള അടുത്ത ഇൻസ്ട്രക്ഷൻ നമ്മൾ IP-ക്കകത്ത് സ്റ്റോർ ചെയ്യും. അത് നമ്മൾ അഡ്രസ് ബസ്സിലോട്ട് കൊടുത്തിട്ട് ഈ പറയുന്ന ഇൻസ്ട്രക്ഷനെ ഫെച്ച് ചെയ്ത് കൊണ്ടുവരും. ഓക്കെ, ഇൻസ്ട്രക്ഷനെ ഫെച്ച് ചെയ്ത് കൊണ്ടുവരും. ആ ഫെച്ച് ചെയ്ത് കൊണ്ടുവരുന്നത് ഏതിലൂടെയാണ്? ഓക്കെ, നമ്മൾ ഫെച്ച് ചെയ്ത് കൊണ്ടുപോകുന്നത് വി യൂസ് എ ഡേറ്റാബസ്. അത് ഇതിനകത്ത് അഡ്രസ്സും കൊണ്ടുവരാം, ഡേറ്റയും കൊണ്ടുവരാം, അതുപോലെ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ കൊണ്ടുവരാം. സോ IP ആൻഡ് പ്രോഗ്രാം കൗണ്ടർ, ഇൻസ്ട്രക്ഷൻ പോയിൻ്റർ ആൻഡ് പ്രോഗ്രാം കൗണ്ടർ, ഇറ്റ് ഈസ് ഫോർ വാട്ട്? ഇറ്റ് ഈസ് ഫോർ സ്റ്റോറിങ് ദി അഡ്രസ് of the next instruction to be. സോ ഈ ഇൻസ്ട്രക്ഷൻ കോഡ്സിനെ ഡേറ്റാ ബസ്സിലൂടെ ആയിരിക്കും സെൻഡ് ചെയ്യുന്നത്. ഈ ഡേറ്റാ ബസ്, ഈ ഡേറ്റാ ബസ്സിൽ നിന്ന് നമ്മുടെ രജിസ്റ്റർ അറേയിലേക്ക് നമ്മൾ ഈ ഡേറ്റയെ സ്റ്റോർ ചെയ്ത് വരും. ഓക്കെ, ഡേറ്റാ ബസ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഇറ്റ് ഈസ് ബൈ ഡയറക്ഷണൽ അല്ലേ. അപ്പം ഇനി അടുത്ത ഒരു നമ്മുടെ ഡേറ്റാബേസ് ഇറ്റ് ഈസ് ബൈ ഡയറക്ഷൻ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ഡേറ്റാബേസ് ഈസ് ബൈ ഡയറക്ഷൻ. അടുത്തതെന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇൻസ്ട്രക്ഷൻ ഡീകോഡിംഗ് യൂണിറ്റ്. ഇൻസ്ട്രക്ഷൻ ഡീകോഡിംഗ് യൂണിറ്റ് പേര് പറയുന്നത് പോലെ അതിൻ്റെ ഉപയോഗം എന്തുവെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഇൻസ്ട്രക്ഷൻസിനെ ഡീകോഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻസ്ട്രക്ഷൻ ഡീകോഡിംഗ് യൂണിറ്റ്. എങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, വി വിൽ ഫെച്ച് ദ ഇൻസ്ട്രക്ഷൻസ് ഫ്രം ദ ഡേറ്റാബസ്. ഡേറ്റാബസ്സിൽ നിന്ന് നമ്മൾ ഇൻസ്ട്രക്ഷനെ ഇങ്ങോട്ട് വാങ്ങിക്കും. ഓക്കെ, നമ്മുടെ ഡേറ്റാബസ് ഇതാണ്. നമ്മൾ ഡേറ്റാബസ്സിൽ നിന്ന് ഇൻസ്ട്രക്ഷൻസിനെ ഇങ്ങോട്ട് വാങ്ങിക്കും. ഓക്കെ, അപ്പം ഈ ഇൻസ്ട്രക്ഷൻസിനെ നമ്മൾ ഡീകോഡ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, വി വിൽ പാസ് ദം ടു എ ടൈമിംഗ് ആൻഡ് കൺട്രോൾ യൂണിറ്റ്. ഓക്കെ, ദാറ്റ് ഈസ് കോൾഡ് ടൈമിംഗ് ആൻഡ് കൺട്രോൾ യൂണിറ്റ്. ടൈമിംഗ് ആൻഡ് കൺട്രോൾ യൂണിറ്റ് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് യൂസ്ഡ് ടു കൺട്രോൾ ആൻഡ് ടൈം ഓർ സിൻക്രണൈസ്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ടൈമിംഗ് ആൻഡ് കൺട്രോൾ യൂണിറ്റ് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് യൂസ്ഡ് ടു ടൈം അല്ലെങ്കിൽ സിൻക്രണൈസ് ആൻഡ് കൺട്രോൾ ദ എൻറ്റയർ മൈക്രോപ്രോസസ്സിനെ മൊത്തമായിട്ട് കൺട്രോൾ ചെയ്യാനും ടൈം ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മൾ ടൈമിംഗ് ആൻഡ് കൺട്രോൾ യൂണിറ്റ് ഉപയോഗിക്കുന്നത്. ഈ ടൈമിംഗ് ആൻഡ് കൺട്രോൾ യൂണിറ്റ് ഒരു കൺട്രോൾ ബസ്സുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. ഓക്കെ, ടൈമിംഗ് ആൻഡ് കൺട്രോൾ യൂണിറ്റ്, കാരണം ഈ കൺട്രോൾ സിഗ്നൽസ് ആണ് ഈ ടൈമിംഗ് ആൻഡ് കൺട്രോൾ യൂണിറ്റ് ജനറേറ്റ് ചെയ്യുന്നത്. എന്നിട്ട് ഈ സിഗ്നൽസ് ആണ് ബാക്കി എല്ലാവരും സ്വീകരിക്കുന്നത്. ഓക്കെ, ഈ ടൈമിംഗ് ആൻഡ് കൺട്രോൾ യൂണിറ്റ് എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇറ്റ് കൺട്രോൾസ് ദ അരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ യൂണിറ്റ്, ALUവിനെ കൺട്രോൾ ചെയ്യും. ഇറ്റ് കൺട്രോൾ ദ ഫ്ലാഗ് രജിസ്റ്ററിനെ കൺട്രോൾ ചെയ്യും. ഇറ്റ് കൺട്രോൾസ് ദി ഇൻസ്ട്രക്ഷൻ പോയിൻ്റർ ആൻഡ് പ്രോഗ്രാം കൗണ്ടർ. ഇറ്റ് ഓൾസോ കൺട്രോൾസ് ദ രജിസ്റ്റർ അറേ. ഓക്കെ, ഇതാണ് നമ്മുടെ ഒരു കംപ്ലീറ്റ് ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ടൈമിംഗ് ആൻഡ് കൺട്രോൾ യൂണിറ്റ് എന്ത് വെച്ചാൽ ഇറ്റ് കൺട്രോൾസ് എവരിത്തിങ്. അതായത് IP ഇൻസ്ട്രക്ഷൻ പോയിൻ്റർ ആൻഡ് പ്രോഗ്രാം കൗണ്ടറിനെ എങ്ങനെ കൺട്രോൾ ചെയ്യും? ഒരു ഇൻസ്ട്രക്ഷൻ നമ്മൾ ഫെച്ച് ചെയ്തു, പിന്നെ എന്ത് ചെയ്യും? ഇൻസ്ട്രക്ഷൻ പോയിൻ്ററിനെ നമ്മൾ ഇൻക്രിമെൻ്റ് ചെയ്യും. ഇതൊക്കെ ചെയ്യുന്നത് ആരാണ്? ടൈമിംഗ് ആൻഡ് കൺട്രോൾ യൂണിറ്റ് ആണ്. സോ ദി കൺട്രോൾ യൂണിറ്റ് ആക്ച്വലി ജനറേറ്റ്സ് ദ നെസസറി
it generates the necessary control signals. കൺട്രോൾ സിഗ്നൽസ് ജനറേറ്റ് ചെയ്തിട്ട് അതിനെ കൺട്രോൾ ബസ്സിലൂടെ കടത്തിലോട്ട് ഇടും. അപ്പോൾ ഈ കൺട്രോൾ ബസ് വഴി ബാക്കി എല്ലാ യൂണിറ്റ്സിനെയും കൺട്രോൾ ചെയ്യും. സോ ഇതാണ് നമ്മുടെ ഒരു മൈക്രോ പ്രോസസ്സറിൻ്റെ ഒരു ഫങ്ഷണൽ ബ്ലോക്സ് എന്ന് പറയുന്നത്. ഇനി മൈക്രോ പ്രോസസ്സർ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു, ഇറ്റ് ഈസ് ആക്ച്വലി സെമി കണ്ടക്ടർ ഡിവൈസ് ഓർ ആൻ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട് ആൻഡ് ദാറ്റ് ഈസ് ആക്ച്വലി ഡെവലപ്ഡ് ത്രൂ VLSI ഓർ വെരി ലാർജ് സ്കെയിൽ ഇൻ്റഗ്രേഷൻ ടെക്നിക്സ്. അതിനകത്ത് എന്തൊക്കെയുണ്ട്? അരിത്തമെറ്റിക് ലോജിക്കൽ യൂണിറ്റ് ഉണ്ട്, ഫ്ലാഗ് രജിസ്റ്റർ ഉണ്ട്, രജിസ്റ്റർ അറേ ഉണ്ട്, ഇൻസ്ട്രക്ഷൻ പോയിൻ്റർ പ്രോഗ്രാം കൗണ്ടർ ഉണ്ട്, ഇൻസ്ട്രക്ഷൻ ഡീകോഡിംഗ് യൂണിറ്റ് ഉണ്ട്, ടൈമിംഗ് ആൻഡ് കൺട്രോൾ യൂണിറ്റ് ഉണ്ട്. ഇത്രയും യൂണിറ്റ്സ് ചേർന്ന ഒരു ഒരു സെമി കണ്ടക്ടർ ഡിവൈസ് അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമബിൾ IC ആണ് ഏത് മൈക്രോ പ്രോസസ്സർ എന്ന് പറയുന്നത്. ഇനി ഒരു മൈക്രോ പ്രോസസ്സറിനെ നമ്മൾ CPU ആയിട്ട് സെറ്റ് ചെയ്യുവാണെന്ന് വിചാരിച്ചോളൂ. ഓക്കെ, മൈക്രോ പ്രോസസ്സറിനെ നമ്മൾ CPU ഓർ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്തു എന്ന് വിചാരിക്കുക. ഓക്കെ, മൈക്രോ പ്രോസസ്സറിനെ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്തു. അങ്ങനത്തെ ഒരു സിസ്റ്റത്തിനെ പറയുന്ന പേരാണ് മൈക്രോ കമ്പ്യൂട്ടർ. മൈക്രോ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഒരു സിംഗിൾ ബോർഡ് മൈക്രോ കമ്പ്യൂട്ടർ. അതായത് ഇറ്റ് ഈസ് എ സിസ്റ്റം ഡിസൈൻഡ് യൂസിങ് മൈക്രോ പ്രോസസ്സർ ആസ് CPU. Okay, a system designed using a microprocessor as CPU is called microcomputer. ഓക്കെ, അതായത് മൈക്രോ പ്രോസസ്സറിനെ നമ്മൾ ഈ ഡിസ്കസ് ചെയ്ത മൈക്രോ പ്രോസസ്സറിനെ CPU ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഡിവൈസിന് പറയുന്ന ഒരു സിസ്റ്റത്തിന് പറയുന്ന പേരാണ് മൈക്രോ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ സിംഗിൾ ബോർഡ് മൈക്രോ കമ്പ്യൂട്ടർ. ഓക്കെ, അപ്പോൾ ഈ മൈക്രോ കമ്പ്യൂട്ടറിനകത്ത് അല്ലെങ്കിൽ സിംഗിൾ ബോർഡ് മൈക്രോ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ മൈക്രോ പ്രോസസ്സർ ബേസ്ഡ് സിസ്റ്റത്തിനകത്ത് എന്തൊക്കെ ഉണ്ടാവും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ദി മൈക്രോ പ്രോസസ്സർ ആസ് CPU ആയിട്ട് മൈക്രോ പ്രോസസ്സർ ഞാനിവിടെ വരയ്ക്കുവാണ്. ഇപ്പം ഒരു CPU ആയിട്ട് ഏതായിരിക്കും? മൈക്രോ പ്രോസസ്സർ ആയിരിക്കും ഉള്ളത്. CPU ആയിട്ട് മൈക്രോ പ്രോസസ്സർ ഉണ്ടായിരിക്കും. ദെൻ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് സെമി കണ്ടക്ടർ മെമ്മറീസ്, അതായത് മെമ്മറീസ് ഉണ്ടാവും. EPROM അല്ലെങ്കിൽ ഇലക്ട്രിക്കലി പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി. ദെൻ ഇറ്റ് ഹാസ് ഗോട്ട് RAM അല്ലെങ്കിൽ റാൻഡം ആക്സസ് മെമ്മറി. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്തുണ്ടാവും? അപ്പം ഞാൻ ഇച്ചിരി ഇങ്ങോട്ട് ഓക്കെ, EPROM RAM ഉണ്ടാവും. പിന്നെ അതിൻ്റെ കയ്യിൽ ഇൻപുട്ട് ഡിവൈസസും ഉണ്ടാവും, ഔട്ട്പുട്ട് ഡിവൈസസും ഉണ്ടാവും. ഇൻപുട്ട് ഡിവൈസസ് ആൻഡ് ഔട്ട്പുട്ട് ഡിവൈസസ് ഉണ്ടായിരിക്കും. ഓക്കെ, ഇതിനകത്ത് മെമ്മറി ആൻഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് ഇല്ലേ, ഇത്രയും അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്ലീവ്സ്. ആൻഡ് ഈ CPU-നെ വിളിക്കുന്ന പേരാണ് മാസ്റ്റർ. ഓക്കെ, ആക്ച്വലി സ്ലേവ് എന്ന് പറയുന്ന ഈ പേര് ഇറ്റ് ഈസ് ആക്ച്വലി റിട്ടയർഡ് ഫ്രം ഒഫീഷ്യൽ യൂസേജ്. കാരണം ഈ നമ്മുടെ സ്ലേവറി ഒക്കെ ഇല്ലേ, അത് കാരണം ഒരുപാട് പേര് ഇങ്ങനെ പറഞ്ഞു ഇത് മാറ്റണം എന്നൊക്കെ പറഞ്ഞു. ആക്ച്വലി സ്ലേവ്സ് ഒന്നും ഇപ്പം അങ്ങനെ പറയാറില്ല, പക്ഷേ വി സ്റ്റിൽ യൂസ് സ്ലേവ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മാസ്റ്റർ ആൻഡ് സ്ലേവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മാസ്റ്റർ വിൽ ബി കൺട്രോളിങ് ദ സ്ലേവ്സ്, അതാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇപ്പം നമ്മൾ പറയുന്നതിന് പകരം കൺട്രോളർ ആൻഡ് പെരിഫറൽ എന്നാണ് പറയുക. പക്ഷേ നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ഇപ്പോഴും മാസ്റ്റർ ആൻഡ് സ്ലേവ്സ് എന്നാണ്. ഓക്കെ, ജസ്റ്റ് ഓർത്ത് വെച്ചാൽ മാത്രം മതി. സോ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് the CPU as the microprocessor as the CPU, consist of electrically programmable ROM and random access memory, and it also contain input and output devices. Okay, ഈ CPU-നെ നമ്മൾ കണക്ട് ചെയ്യുന്നത് ഒരു CPU ഇൻ്റർഫേസ് വഴിയാണ്. ഓക്കെ, വി കണക്ട് ഇറ്റ് ത്രൂ എ CPU ഇൻ്റർഫേസ്. use an interface here, that is called a CPU interface. നമുക്ക് മെയിനായിട്ട് 3 ബസ്സാണ് ഉള്ളത്. We have 3 CPU buses.
ഓക്കെ, സി പി യു ബസ്സസ് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ വി ഹാവ് 3 ബസ്: അഡ്രസ്, ഡേറ്റ ബസ്, കൺട്രോൾ ബസ് ആൻഡ് വാട്ട് ഡേറ്റ ബസ്. അഡ്രസ് ബസ്, ഡേറ്റ ബസ് ആൻഡ് കൺട്രോൾ ബസ്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന പല ഇതിനെയും നമ്മൾ മൾട്ടിപ്ലെക്സ് ചെയ്തിട്ടാണ് വിടുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു സി പി യു ബസ്സുകൾ നമുക്ക് മൾട്ടിപ്ലെക്സ് ചെയ്യാം എന്ന് നമ്മൾ പറഞ്ഞു. സോ നമ്മൾ പലപ്പോഴും അഡ്രസ് ബസ്സിനെയും ഡേറ്റ ബസ്സിനെയും കൂടെ നമ്മൾ കമ്പൈൻ ചെയ്തിട്ട് അഡ്രസ് ഡേറ്റ ബസ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടാക്കും. ദെൻ വി ഹാവ് അഡ്രസ് ബസ്, ദെൻ വി ഹാവ് കൺട്രോൾ ബസ്. ഈ 3 ബസ്സുകളാണ് നമുക്കുള്ളത് ആസ് സി പി യു ബസ്. ഓക്കെ, ഇതാണ് നമ്മുടെ സി പി യു ബസ്. ഇനി 3 സിസ്റ്റം ബസ്സുകളുണ്ട്. സിസ്റ്റം ബസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ഇൻ്റർഫേസിലോട്ട് ഈ പറയുന്ന പെരിഫറൽസിനെ അല്ലെങ്കിൽ സ്ലേവ്സിനെ കണക്ട് ചെയ്യുന്ന ബസ്സുകളാണ് സിസ്റ്റം ബസ്. 3 സിസ്റ്റം ബസ്സാണ് ഉള്ളത്. സെയിം ബസ്സുകൾ തന്നെ: അഡ്രസ് ബസ്, ഡേറ്റ ബസ് ആൻഡ് കൺട്രോൾ ബസ്. ഓക്കെ, അഡ്രസ് ബസ്, ഡേറ്റ ബസ് ആൻഡ് കൺട്രോൾ ബസ്. ഈ സംഭവങ്ങളെ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ വി വിൽ കണക്ട് ഇറ്റ് ടു ദി ഈ പെരിഫറൽസ്. 3 നമ്മൾ കണക്ട് ചെയ്യും. വിൽ ബി കണക്റ്റിംഗ് ടു ദ പെരിഫറൽസ്. ഇവിടെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസിന് സി പി യുവിൻ്റെ ഒരു സ്പീഡ് വെച്ച് നോക്കുമ്പം ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് ഹാസ് ഗോട്ട് വെരി ലോ സ്പീഡ്. സ്പീഡ് വളരെ കുറവാണ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസിന്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ വി വിൽ യൂസ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഇൻ്റർഫേസ്, IO ഇൻ്റർഫേസ് നമ്മൾ ഉപയോഗിക്കും. യൂസ് ആൻ ഇൻപുട്ട് ഔട്ട്പുട്ട് ഇൻ്റർഫേസ്. വാട്ട് ഈസ് കോൾഡ് IO ഇൻ്റർഫേസ്. ഓക്കെ, ഈ ഇൻ്റർഫേസിൽ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് ഡേറ്റയെ സ്വീകരിച്ചിട്ട് IO ഇൻ്റർഫേസിലേക്ക് കൊടുക്കും. IO ഇൻ്റർഫേസ് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ സി പി യുവിൽ നിന്ന് ഡേറ്റ എടുത്തിട്ട് അതിനെ നമ്മൾ ഔട്ട്പുട്ട് ഡിവൈസിലേക്ക് കൊടുക്കും. സോ ദിസ് ഈസ് ആക്ച്വലി ദി ആർക്കിടെക്ചർ ഓഫ് ദി എൻറ്റയർ സിസ്റ്റം. ഓക്കെ, എൻറ്റയർ മൈക്രോ പ്രോസസ്സർ ബേസ്ഡ് സിസ്റ്റം. അപ്പോൾ ഒന്നുകൂടെ പറയാം, ഒരു മൈക്രോ പ്രോസസ്സർ ബേസ്ഡ് സിസ്റ്റത്തിനകത്ത് ഒരു മാസ്റ്ററുണ്ട്. ഒരു സി പി യു മൈക്രോ പ്രോസസ്സറിനെ ആയിരിക്കും നമ്മൾ സി പി യു ആയിട്ട് അസൈൻ ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ദെൻ വി ഹാവ് ഗോട്ട് മെമ്മറി. മെമ്മറിയിൽ EPROM ഓർ ഇലക്ട്രിക്കലി പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി, അല്ലെങ്കിൽ പിന്നെ റാൻഡം ആക്സസ് മെമ്മറി. ഇത്രയും 2 ഉണ്ടായിരിക്കും. ഇൻപുട്ട് ഔട്ട്പുട്ട് ഇൻ്റർഫേസിനകത്ത് ഒരു ഇൻപുട്ട് ഡിവൈസും ഉണ്ടാവും, ഔട്ട്പുട്ട് ഡിവൈസും ഉണ്ടാവും. ഈ സി പി യുവിൻ്റെ സ്പീഡ് വെച്ച് നോക്കുമ്പം IO ഡിവൈസസിന് സ്പീഡ് കുറവായതുകൊണ്ട് വി യൂസ് ആൻ IO ഇൻ്റർഫേസ്. നമ്മളൊരു ഇൻപുട്ട് ഔട്ട്പുട്ട് ഇൻ്റർഫേസും കൂടെ നമ്മൾ ഉപയോഗിക്കും. ഓക്കെ, നമുക്ക് 3 സി പി യു ബസ്സുകളാണുള്ളത്: അഡ്രസ് ഡേറ്റ ബസ്, അഡ്രസ് ബസ് ആൻഡ് കൺട്രോൾ ബസ്. അപ്പം നിങ്ങൾ വരയ്ക്കുന്ന സമയത്ത് ഈ അഡ്രസ് ബസ് കാണിച്ചില്ലെങ്കിലും സാരമില്ല. നിങ്ങൾ ഇത് കാണിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, കാണിച്ചാലും കുഴപ്പമില്ല. കാരണം നമ്മൾ അഡ്രസ്സിനെയും ഡേറ്റ ബസ്സിനെയും നമ്മൾ സി പി യു ബസ്സിനകത്ത് മൾട്ടിപ്ലെക്സ് ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളുടെ അപ്പം ഈ പറയുന്ന സ്ലേവ്സിനെയൊക്കെ നമ്മൾ സിസ്റ്റം ബസ്സിലോട്ടാണ് കണക്ട് ചെയ്യുന്നത്. ഓക്കെ, ദിസ് ഇസ് ദ സിസ്റ്റം ബസ്. ഇതാണ് നമ്മുടെ സിസ്റ്റം ബസ്സാണ് ഈ 3. അപ്പോൾ ഈ സിസ്റ്റം ബസ്സിലേക്കാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ എല്ലാ സ്ലേവ്സിനും ഹാസ് ഗോട്ട് 3 സ്റ്റേറ്റ് ലോജിക് ഓർ ട്രൈ സ്റ്റേറ്റ് ലോജിക്സ് ഉണ്ട്. 3 ലോജിക്കൽ സ്റ്റേറ്റ്സ് ഉണ്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ദേ ആർ ഹൈ സ്റ്റേറ്റ്, ലോ സ്റ്റേറ്റ് ആൻഡ് ഹൈ ഇംപെഡൻസ് സ്റ്റേറ്റ്. ഓക്കെ, അപ്പോൾ ഈ സ്ലേവ്സ് ഒക്കെ നോർമലി ഹൈ ഇംപെഡൻസ് സ്റ്റേറ്റിലായിരിക്കും റെസ്റ്റ് ചെയ്യുക. അത് ഹൈ ഇംപെഡൻസ് സ്റ്റേറ്റിൽ റെസ്റ്റ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഹൈ ഇംപെഡൻസ് സ്റ്റേറ്റിൽ വയ്ക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ആക്ച്വലി ഇലക്ട്രിക്കലി ഐസൊലേറ്റഡ് ആയിരിക്കും ഈ പറയുന്ന സ്ലേവ്സ് ഒക്കെ നോർമലി. ഓക്കെ, ഇതിലേതെങ്കിലും ഒരു സംഭവത്തിനെ നമ്മുടെ സി പി യു അല്ലെങ്കിൽ മാസ്റ്റർ സെലക്ട് ചെയ്യുന്ന സമയത്ത്, ഇപ്പോൾ സപ്പോസ് നമ്മുടെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസിനെ സെലക്ട് ചെയ്തു എന്ന് വിചാരിക്കുക. ഇത് ഈ ഹൈ ഇംപെഡൻസ് സ്റ്റേറ്റിൽ നിന്ന് മാറി ഹൈ ആൻഡ് ലോ സ്റ്റേറ്റിലേക്ക് വരും. ഓക്കെ, ഹൈ ലോ സ്റ്റേറ്റുകൾ ഉപയോഗിച്ചിട്ടായിരിക്കും പിന്നെ നമ്മൾ ഇൻപുട്ടിനെ എടുക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ അതിനകത്ത് നിന്ന് ഡേറ്റയെ എടുക്കുകയോ കൊടുക്കുകയോ ചെയ്യുന്നത്. ഓക്കെ, സോ ഇനി അടുത്തതെന്ന് പറയും EPROM എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രിക്കലി പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ആക്ച്വലി ഓൺലി റീഡ് ഓൺലി മെമ്മറി. യു കനോട്ട് റൈറ്റ് ഇൻ ടു EPROM, യു ക്യാൻ ഓൺലി റീഡ്. ഓക്കെ, ഇറ്റ് ഈസ് ആക്ച്വലി യൂസ്ഡ് ടു സ്റ്റോർ പെർമനൻറ്റ് പ്രോഗ്രാംസും ഡേറ്റയും സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് EPROM. റാൻഡം ആക്സസ് മെമ്മറി എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് യൂസ്ഡ് ടു സ്റ്റോർ ടെമ്പററി പ്രോഗ്രാംസ്.
ടെമ്പററി പ്രോഗ്രാംസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻസ് ചെയ്യാനാണ്. അതിന് സ്പീഡ് കുറവായതുകൊണ്ട് വി യൂസ് ആൻ ഇൻപുട്ട് ഔട്ട്പുട്ട് ഇൻ്റർഫേസ്. ഈ പ്രോസസ്സർ ചെയ്യുന്ന ജോലികളെ, സോ ദ വർക്ക് ഡൺ ബൈ പ്രോസസ്സേഴ്സ് ഈസ് ആക്ച്വലി ഡിവൈഡഡ് ഇൻ ടു 3. പ്രോസസ്സർ ചെയ്യുന്ന ജോലികൾ 3 ടൈപ്പ് ജോലികളാണ് ചെയ്യുക. ആദ്യത്തേതെന്ന് പറയുന്നത് ദ വർക്ക് ഡൺ ഇൻറ്റേർണൽ ടു ദ പ്രോസസ്സർ. അതായത് ഈ പ്രോസസ്സറിനകത്ത് കുറേ യൂണിറ്റ്സ് ഉണ്ടല്ലോ, നമ്മൾ അതാണ് ഇവിടെ ഡിസ്കസ് ചെയ്തത്. പ്രോസസ്സറിനകത്തുള്ള യൂണിറ്റ്സ് അതിൽ ചെയ്യുന്ന വർക്ക്, അതായത് ഫ്ലാഗ് ഡേറ്റയിലോട്ടുള്ള ഡേറ്റയെ എടുക്കുക, ഫ്ലാഗിനെ അപ്ഡേറ്റ് ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക, ക്ലോസ് ചെയ്യുക, സപ്രസ് ചെയ്യുക, അല്ലെങ്കിൽ IP അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻ പോയിൻ്ററിനെ ഇൻക്രിമെൻറ്റ് ചെയ്യുക, ഡിക്രിമെൻറ്റ് ചെയ്യുക, ഇതൊക്കെയാണ് ഇൻറ്റേർണൽ ടു ദ പ്രോസസ്സർ എന്ന് പറയുന്നത്. സോ ഇറ്റ് ഡസ് വർക്ക്സ് ഇൻറ്റേർണൽ ടു ദ പ്രോസസ്സർ, പ്രോസസ്സറിനകത്തുള്ള ജോലി ചെയ്യും. എക്സ്റ്റേർണൽ ടു ദ പ്രോസസ്സർ ആൻഡ് ദെൻ ഇനി എക്സ്റ്റേർണൽ ടു ദ പ്രോസസ്സർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബസ്സുകളെ കൺട്രോൾ ചെയ്യുക, ഡേറ്റ റീഡ് ചെയ്യുക, റൈറ്റ് ചെയ്യുക, ഇതൊക്കെയാണ് എക്സ്റ്റേർണൽ ടു ദ പ്രോസസ്സർ. ഇനി അടുത്തതെന്ന് പറയുന്നത് ഓപ്പറേഷൻസ് ഇനീഷ്യേറ്റഡ് ബൈ പെരിഫറൽസ്. പെരിഫറൽസ് ഇനീഷ്യേറ്റ് ചെയ്യുന്ന ജോലികൾ അത് ചെയ്യുക. ഓക്കെ, ഡൂയിങ് വർക്ക്സ് ഇനീഷ്യേറ്റഡ് ബൈ ദ പെരിഫറൽസ്. പെരിഫറൽസ് വർക്ക് ഇനീഷ്യേറ്റ് ചെയ്യും. അത് എങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് സെൻഡ് ആൻ ഇൻ്ററപ്റ്റ്. ഒരു ഇൻ്ററപ്റ്റ് സെൻഡ് ചെയ്തിട്ടായിരിക്കും ഈ പറയുന്ന പെരിഫറൽസ് വർക്കിനെ ഇനീഷ്യേറ്റ് ചെയ്യുക. ഇൻ്ററപ്റ്റ്സിനെ പറ്റി നമ്മൾ ഇനിയൊരു ക്ലാസ്സിൽ പറയുന്നതായിരിക്കും. ഓക്കെ, സോ ഈ പെരിഫറൽസിനെ എപ്പോഴെങ്കിലും മാസ്റ്ററിൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് ഒരു അറ്റൻഷൻ വേണ്ട സമയത്ത് അതൊരു ഇൻ്ററപ്റ്റ് സിഗ്നലിനെ സെൻഡ് ചെയ്യും. ഓക്കെ, അപ്പം എന്നിട്ട് ആ ഓപ്പറേഷൻ ഇനിഷ്യേറ്റ് ചെയ്യും. ഇതാണ് നമ്മുടെ 3 ജോലികളെന്ന് പറയുന്നത്. സോ ദ വർക്ക്സ് ഡൺ ഇൻറ്റേർണൽ ടു ദ പ്രോസസ്സർ, എക്സ്റ്റേർണൽ ടു ദ പ്രോസസ്സർ ആൻഡ് ഇനീഷ്യേറ്റഡ് ബൈ പെരിഫറൽസ്. സോ ദീസ് ആർ ദ വർക്ക്സ് ഡൺ. അതാണ് നമ്മുടെ മൈക്രോ പ്രോസസ്സറിൻ്റെ ഒരു കംപ്ലീറ്റ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. സോ ഫങ്ഷണൽ ബ്ലോക്ക് ഓഫ് മൈക്രോ പ്രോസസ്സർ. ഓക്കെ, ഒരു മൈക്രോ പ്രോസസ്സറിന് ALU ഉണ്ട്, ഫ്ലാഗ് രജിസ്റ്റർ ഉണ്ട്, രജിസ്റ്റർ അറേ ഉണ്ട്, IP ആൻഡ് PC ഉണ്ട്, ഇൻസ്ട്രക്ഷൻ ഡീകോഡിംഗ് യൂണിറ്റ് ഉണ്ട്, ടൈമിംഗ് ആൻഡ് കൺട്രോൾ യൂണിറ്റ് ഉണ്ട്. സോ ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, ദ ഫങ്ഷണൽ ബ്ലോക്സ് ഓഫ് മൈക്രോ പ്രോസസ്സർ, ബോത്ത് ഇൻ എക്സാം പോയിന്റ് ഓഫ് വ്യൂ and also only if you study these topics carefully you can actually go further. So if you have got any doubts or if you want a lecture on any topics, you can just comment in the comment section. പിന്നെ ഏതെങ്കിലും ടോപ്പിക്സ് അല്ലാതെ പറയണമെങ്കിൽ